തിരുപ്പതി ക്ഷേത്രം കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായ ഒരു കാഴ്ചയ്ക്ക് സാക്ഷിയായി. സ്വർണ്ണാഭരണങ്ങൾ, ശരീരം മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് സ്വർണം പൂശിയ കാറിൽ ക്ഷേത്രത്തിൽ ഭഗവാനെ തൊഴാനെത്തിയ ഭക്തർ. ഈ ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം തിരുപ്പതി ക്ഷേത്രത്തിൽ എല്ലാവരെയും അതിശയത്തിലാക്കിയ ഒരു ദൃശ്യം. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഹിന്ദു ക്ഷേത്രമാണ് തിരുപ്പതി. ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരന്റെ ദർശനം ലഭിക്കുന്നത് വളരെ പുണ്യമാണ് എന്നാണ് ഭക്തരുടെ വിശ്വാസം. ഭക്തന്റെ അർഹതയ്ക്കനുസരിച്ച് ദേവൻ അനുഗ്രഹവും സൗഭാഗ്യവും നൽകുന്നു എന്നാണ് വിശ്വാസം. സർവ്വസമ്പത്തിന്റെയും അധിപനായ വെങ്കടേശ്വരനെ കാണാൻ കിലോ കണക്കിന് സ്വർണം ധരിച്ച് സ്വർണം പൂശിയ കാറിലെത്തിയ കുടുംബത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പൂനെയിൽ നിന്നുള്ള സണ്ണി നാനാ വാക്ചൂരി, സഞ്ജയ് ദത്താത്രേയ ഗുജാർ, പ്രീതി സോണി എന്നിവരാണ് കഴുത്തിലും കയ്യിലും 25 കിലോയിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് തിരുമലയിൽ എത്തിയത്. സ്വർണം പൂശിയ കാറിലാണ് കുഞ്ഞ് ഉൾപ്പെടുന്ന സംഘം എത്തിയത്. സുരക്ഷാ ഗാർഡുകളും ഒപ്പമുണ്ടായിരുന്നു. ഇത്രയേറെ സ്വർണ്ണമൊക്കെ അണിഞ്ഞെത്തിയ സംഘം ഭക്തരിൽ കൗതുകവും ഒപ്പം അല്പം ഭയവും ഉണ്ടാക്കി. ക്ഷേത്രത്തിലെ വഴിപാടുകളുടെ പേരിലാണ് തിരുപ്പതി ഏറ്റവും അധികം പ്രശസ്തി ആർജിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഏറ്റവും കോടീശ്വരനായ ഭഗവാൻ എന്ന് തന്നെയാണ് തിരുപ്പതി വെങ്കടാചലപതിയെ പറയുന്നത്. തലമുണ്ടനം ചെയ്യുക, കാണിക്ക അർപ്പിക്കുക എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ഞാനെന്ന ഭാവത്തെയും അഹന്തയും ഒക്കെ വെടിഞ്ഞ് ഭഗവാനിൽ അർപ്പിക്കുക എന്നതാണ് തിരുപ്പതിയിൽ തലമുണ്ടനം ചെയ്യുന്നതിന് പിന്നിലെ വിശ്വാസം. കാണിക്ക അർപ്പിക്കുന്നതിന് പിന്നിൽ ഒരുപാട് കഥകളുമുണ്ട്. ദിവസവും 10,000 ഭക്തർ എത്തിച്ചേരുന്ന ലോകപ്രശസ്ത തിരുപ്പതി ബാലാജി ക്ഷേത്രം ഭൂമിയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ്. ഇപ്രകാരം ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ക്ഷേത്രമായി തിരുപ്പതി മാറിയതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. രസകരമായ ഒരു കഥയാണത്. 1000 വർഷങ്ങൾക്ക് മുൻപാണ് ഈ കഥ തുടങ്ങുന്നത്. ഭഗവാൻ വിഷ്ണുവും പത്നി ലക്ഷ്മി ദേവിയും വൈകുണ്ഠത്തിലിരിക്കവേ സന്ദർശനത്തിനായി ഭൃഗു മഹർഷി എത്തി. ഇത് ശ്രദ്ധയിൽപ്പെടാതെ ഇരുവരും ഇരിക്കുന്നത് കണ്ട് മുനി കോപിഷ്ഠനായി. ആദിത്യ മര്യാദ കാണിക്കാത്തതിന് ഭഗവാൻ വിഷ്ണുവിന്റെ നെഞ്ചിൽ ചവിട്ടിയാണ് മഹർഷി കോപം തീർത്തത്. തൊട്ടു പിന്നാലെ ഭഗവാൻ മാപ്പ് പറഞ്ഞുവെങ്കിലും ലക്ഷ്മി ദേവിക്ക് ഇത് സഹിക്കാനായില്ല. കോപിഷ്ഠയായ ദേവി ഭൂമിയിലെത്തി പത്മാവതിയായി പുനരവതരിച്ചു. ദേവി വിരഹത്താൽ ഭഗവാൻ ശ്രീനിവാസനായി ഭൂമിയിൽ ജനിച്ചു. പത്മാവതിയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചു എങ്കിലും പരമദരിദ്രന് വിവാഹം ചെയ്തു തരില്ല എന്ന് രാജാവ് അറിയിച്ചു. വലിയൊരു തുക സംഘടിപ്പിച്ച് നൽകിയാൽ മകളെ വിവാഹം കഴിക്കാൻ അനുവദിക്കാം എന്ന് പറഞ്ഞതോടെ കുബേരനിൽ നിന്നും ശ്രീനിവാസൻ വലിയ തുക കടമായി വാങ്ങി. ഈ തുക രാജാവിന് കൈമാറുകയും പത്മാവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ കുബേരന് തിരികെ കൊടുക്കാനുള്ള തുക ഇപ്പോഴും ശ്രീനിവാസൻ നൽകി കഴിഞ്ഞിട്ടില്ലെന്നാണ് വിശ്വാസം. കടം വീട്ടാതെ ശ്രീനിവാസന് വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ വിഷ്ണുവുമായി ലയിക്കാനാകില്ല. അതിനാൽ ഭഗവാൻ തിരുപ്പതിയിൽ തന്നെ കുടികൊള്ളുന്നു. കടത്തിന്റെ പലിശ തുകയാണ് ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിശ്വാസം. അതിലേക്കാണ് ഭക്തർ സംഭാവന ചെയ്യുന്നത് എന്നും തനിക്ക് കാണിക്ക നൽകുന്ന ഭക്തർക്ക് പകരമായി ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു എന്നുമാണ് വിശ്വാസം. ഈ ഐതിഹ്യം വർഷങ്ങളായി ആവർത്തിക്കുന്നതിനാൽ ലോകത്തെ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ക്ഷേത്രമായി തിരുപ്പതി തുടരുന്നു. കൂടാതെ ചുരുളഴിയാത്ത ഒരുപാട് രഹസ്യങ്ങളും തിരുപ്പതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നാണ് തിരുപ്പതിയിൽ എത്തുന്ന പൂജാദ്രവ്യങ്ങളുടെ സ്രോതസ്. ഭഗവാൻ അർപ്പിക്കുന്ന പൂക്കൾ, നെയ്യ്, പാല്, തൈര് എന്നിവ 22 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് എത്തിക്കുന്നത്. എന്നാൽ ഈ ഗ്രാമം എവിടെയാണെന്നോ ഏതാണെന്നോ ക്ഷേത്രാധികാരികൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ലാത്ത ഒരു രഹസ്യം. അതുപോലെ വിഗ്രഹത്തിന് പിന്നിലെ ചുവരിൽ നിന്നും കേൾക്കാനാകുന്ന തിരമാല ശബ്ദത്തിന്റെ കാരണവും മുന്നിലെ കെടാവിളക്കിന്റെ ഉദ്ഭവവും ഒക്കെ അജ്ഞാതമാണ്. വിഗ്രഹത്തിന് പിന്നിലെ നനവിന്റെ കാരണവും ആർക്കും അറിയില്ല. ഇത് തുടച്ചു മാറ്റാൻ കോവിലിനുള്ളിൽ പ്രത്യേകം ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭഗവാൻ മഹാവിഷ്ണു വെങ്കടേശ്വര ഭാവത്തിൽ കുടികൊള്ളുന്ന തിരുപ്പതി ക്ഷേത്രം തിരുമല കുന്നുകളുടെ പ്രകൃതി ഭംഗിയാലും സമ്പുഷ്ടമാണ്. സ്വയംഭൂവായ ഭഗവാൻ കുടികൊള്ളുന്ന ക്ഷേത്രഭാഗത്തെ ആനന്ദ നിലയം എന്നാണ് പറയുന്നത്. പ്രതിദിനം 1,00,000-ഓളം ഭക്തരാണ് തിരുപ്പതിയിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.